അങ്ങനെ ഞങ്ങൾ തറയി ഗൈസ്. ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഞാൻ തലയിൽ ഒന്ന് പണി പഠിച്ചു, പക്ഷേ ഇപ്രാവശ്യം ഒന്ന് കൊളായി പോയിട്ടോ. ഇടയ്ക്കിടയ്ക്ക് മുടി വെട്ടാറുണ്ട്, പക്ഷെ എന്തോ ചില ദിവസത്തെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ ഓരോ വെട്ടലും. അപ്പോൾ ഇന്ന് കുറച്ച് കൊളായി. പിന്നെ ഞാൻ അധികം അലങ്കരിക്കാൻ നിന്നില്ല, നേരെ ബാർബർ ഷോപ്പിലേക്ക് വിട്ടു. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എൻ്റെ ഇപ്പോൾ ആണ് മനസ്സിലായത് ഇന്ന് അഷ്ടമി രോഹിണിയാണ്, ശ്രീകൃഷ്ണ ജയന്തിയാണ് എന്നൊക്കെ. അപ്പോൾ ജയേട്ടൻ രാവിലെ അവനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ നീ വേഷം കിട്ടണില്ലേ നീരവേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ കുട്ടിക്ക് ശ്രീകൃഷ്ണനാവണം. ഒന്നാമത് വെള്ളിയാഴ്ച അവൻ്റെ സ്കൂളിൽ ചെറിയൊരു പ്രോഗ്രാമും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വേഷം കെട്ടി, ഇവന് മാത്രം പറ്റിയില്ല. ഇവന് മാത്രമല്ല വേറെ പിള്ളേരും ഉണ്ട്, പക്ഷേ ഇവന് വേഷം കെട്ടാൻ പറ്റിയില്ലേ പറഞ്ഞ് ഭയങ്കര സങ്കടം. സനേഷാനോട് ചോദിച്ചപ്പോൾ ചാനലിനും താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ ഡ്രസ്സ് റെൻറ്റിന് എടുക്കണം, കുറച്ച് പണിയുണ്ടല്ലോ, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം ഞാനും വലിയ റിസ്ക് എടുത്തില്ല, അങ്ങനെ വിട്ടില്ല. പക്ഷേ കുട്ടിക്ക് ആകെ വിഷമമായി, എല്ലാ ഫ്രണ്ട്സും കെട്ടി വേഷം കെട്ടി ഇവ മാത്രം കെട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ. അപ്പോൾ അവ രാവിലെ എൻ്റെ ഇപ്പോൾ ഇതും കൂടെ കേട്ടപ്പോൾ അവ അതും പറഞ്ഞ് കുറേ കരഞ്ഞപ്പോൾ സനേഷാനെ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നാൽ അവൻ്റെ ഇഷ്ടത്തിന് എന്താണേ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വിളിച്ച് ചോദിച്ചു. രാവിലെ കുളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, മുടി വെട്ടണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇരുന്നുകൊണ്ട് കുളിച്ചിട്ടുമില്ല. അപ്പോൾ അമ്പലത്തേക്ക് ഇങ്ങനെയാണ് പോവുക. അതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല കേട്ടോ. അവർ തിരിച്ച് വിളിക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചൊന്നുമില്ല. എന്നിട്ട് രഞ്ജനേജീനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചു. രഞ്ജനേജിക്ക് അറിയാം അവിടെ അമ്പലത്തിലെ ആൾക്കാരനെയൊക്കെ ചേട്ടന്മാരനൊക്കെ. അങ്ങനെ വിളിച്ചന്വേഷിച്ച് 2 മണിക്ക് ആകുമ്പോഴേക്കും അവിടെ എത്താനാണ് കേട്ടോ പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മളിതാ ബംഗാളി ചാനെ കൊണ്ട് മുടിയൊക്കെ വെട്ടിപ്പിച്ചു. ഞാൻ കിച്ചുവിനോട് ചോദിച്ചു, കിച്ചുവൊക്കെ നല്ല ഹെയർ സ്റ്റൈലൊക്കെ കൊണ്ട് നടക്കണതാട്ടാ. മിനേൻ്റെ മോനെ കിച്ചു. നോക്കട്ടെ, ഹാപ്പി അല്ലേ? അങ്ങനെ കിച്ചുവിനോട് ചോദിച്ചിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞു, നല്ല വൃത്തിയായി ആക്കി തന്നു കേട്ടോ. പിന്നെ അതാ ഞാൻ പച്ചക്കറി കിറ്റ് മേടിച്ചു. അവർ തണ്ണിമത്തം മിഠായി വേണമെങ്കിൽ പറഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് മിഠായി മേടിക്കാൻ പോയപ്പോൾ തണ്ണിമത്തം ഇല്ല, അല്ല മിഠായി ഇല്ല. അപ്പോൾ അവന് തണ്ണിമത്തം മതിയോടാ ചോദിച്ചപ്പോൾ അവിടുത്തെ ചേട്ടൻ അല്ല അവൻ വലിയ കാര്യമായിട്ട് മൂളും ചെയ്തു. എന്നിട്ട് ഒക്കെ മേടിച്ച് പൈസയും കൊടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞു, എനിക്ക് മിഠായിയെ വേണമായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ ചീത്തയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചീത്ത പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട വെച്ചിട്ട് ഞാൻ മ്യൂട്ടാക്കി. വേണമെന്നല്ല, ആവശ്യം ഉണ്ടെങ്കിൽ വേണമെന്ന് പറയാം, വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാം. അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് കരയാനും. അത് 4 ആൾക്കാർ നിൽക്കണ സ്ഥലങ്ങളാണ് ഈ കടകൾ, അവിടെ ഇവിടെ റോഡ് സൈഡിൽ. അവിടെ നിന്ന് കരയണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഇനി അങ്ങനെ ചെയ്യരുത്, വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഈ ഒരു സാധനം ഉദ്ദേശിച്ചിട്ടാണ് വന്നതെങ്കിൽ അത് മേടിച്ചിട്ട് പോരുക. അല്ലാണ്ട് അവിടെ ഉള്ള കടയിലെ ചേട്ടന്മാർ അവരുടെ സാധനങ്ങൾ വേണമെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ചിലപ്പോൾ പിള്ളേരുടെ അടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് നിൽക്കും. പക്ഷെ അതും കേട്ടിട്ട് അവരും പറയണ കേട്ട് മൂളിയിട്ട് വെറുതെ പൈസയും കളഞ്ഞിട്ട് പിന്നെ അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ദാവൻ്റെ കോലുമിഠായി അത് ലാസ്റ്റ് ഞാൻ മേടിച്ചു കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ കരയുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അത് മേടിച്ചു കൊടുത്തു. ഒന്നാമത് ഒരു ഡീലുണ്ടായിരുന്നു എനിക്ക് തയ്ക്കാത്തവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി പൈസ കിട്ടി. അപ്പോൾ ഞാൻ അതിന് എന്താ വേണ്ടേ ചോദിച്ചപ്പോൾ അവൻ തണ്ണിമത്തൻ മിഠായി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളങ്ങനെ കടയിലേക്ക് പോയത്. പക്ഷെ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല, എന്നാൽ അവർ പറയണ സാധനം മേടിപ്പിക്കുകയും ചെയ്തു. എനിക്ക് അതായിരുന്നു കേട്ടോ ദേഷ്യം വന്ന്. കടക്കാരങ്ങനെ പലതും പറയും, അത് കേട്ടിട്ട് ഈ കുട്ടികളാവുമ്പോൾ അവരെന്നെ പറ്റിക്കാൻ വേണ്ടി വേണമെങ്കിൽ അവരുടെ സാധനങ്ങൾ പോകാൻ വേണ്ടി പറയും. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇതേപോലെ കടയിൽ കയറിയിട്ട് ഒരു ഈന്തപ്പഴത്തിന് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഈന്തപ്പഴത്തിൻ്റെ ഒരു മിഠായി ഉണ്ടായിരുന്നു. അത് മേടിച്ച് ആ ചേട്ടൻ പറഞ്ഞിട്ട് മേടിപ്പിച്ചതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഡേറ്റ് തീർന്നതായിരുന്നു. ഒരെണ്ണം പൂത്തതാണ് കിട്ടിയത്, എന്തോ ഭാഗ്യത്തിന് മറ്റത് കഴിക്കാൻ കിട്ടി. അതും കൂടെ കേടായിരുന്നെങ്കിൽ അവ അവിടെ കിടന്ന് അലറി പൊളിച്ചു കിടന്നു. പിന്നെ ആ കടക്കാരുണ്ടാ സമ്മതിക്കണം, മേടിച്ചു കൊണ്ടുപോയ സാധനം കേടാന്ന് പറഞ്ഞാലൊന്നും അവർ സമ്മതിക്കില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതേ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ പറയണമൊന്നും കേൾക്കണ്ട, നിനക്ക് വേണ്ട സാധനം നീ മേടിച്ചിട്ട് വരിക, അങ്ങനെയൊക്കെ കേട്ടോ. വലിയ ആളായിട്ടൊന്നല്ല കേട്ടോ, എനിക്ക് ചില സമയത്ത് അങ്ങനെ ടെമ്പർ തെറ്റും. അവർ പറയണം കേട്ടിട്ട് ഓരോന്ന് മേടിപ്പിക്കും. എന്നിട്ട് അതല്ല ഞാൻ ഇതാ മേടിച്ച ഉദ്ദേശിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ ദേഷ്യം വരും കേട്ടോ. അങ്ങനെ മുറ്റടി ചെടി വെട്ടാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അത് കെട്ടണതിൻ്റെ ഇടയിൽ നല്ലൊരു മഴയും പെയ്തു കേട്ടോ. ഞാൻ അവിടെ ഇട്ടിട്ട് ഉള്ളിലേക്ക് കയറി. നീരപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് ചെമ്പരത്തി പൂവൊക്കെ പൊട്ടിച്ച് കറി വയ്ക്കാൻ തുടങ്ങിയിട്ട് അവനൊന്ന് കുളിപ്പിക്കാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ അവൻ സമയമായിട്ടില്ല, അവൻ എന്തോ കറി വെച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയണത്. അപ്പം ഞാൻ വേഗം കുറച്ച് തുണികളുണ്ടായിരുന്നു, അലമാരം അല്ലാണ്ട് അങ്ങോട്ട് നടഞ്ഞു. കുറേ തുണികളൊന്നും എനിക്കിങ്ങനെ ഇരിക്കണം ഇഷ്ടമല്ല കേട്ടോ. ആവശ്യമില്ലാത്ത ഉപയോഗിക്കാൻ പറ്റാത്തതാണ് ഞാൻ. നല്ല ഡ്രസ്സുകളാണ് ആർക്കെങ്കിലും കൊടുക്കുക, ഉപയോഗിക്കാൻ പറ്റാത്തതാണ് ഞാൻ കത്തിച്ച് കളയും കേട്ടോ. അപ്പോൾ ഇതൊന്നും തരക്കേടില്ലാത്ത ഡ്രസ്സാണ്. അപ്പോൾ പിന്നെ കുറച്ച് നീളം വെച്ച പോലെ ഈ ബനിയനൊക്കെ ഇത്തിരി ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ഇതൊക്കെ ഇടുമ്പോൾ വയറൊക്കെ കാണുന്ന പോലെ. അപ്പം ഞാൻ അതൊന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരെങ്കിലും അറിയണം, ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാറുണ്ട്. നല്ലത് മാത്രം കൊടുക്കൂട്ടോ, അല്ലേ ഞാൻ കത്തിച്ച് കളയും. ഒരുവിധമൊക്കെ കത്തിച്ച് കളഞ്ഞു, കീറിയതും പൊടിഞ്ഞതൊക്കെ. ഇതൊക്കെ പുതിയ ഡ്രസ്സാണ്. അങ്ങനെ അവനെ കുറച്ച് നേരം ബാത്റൂമിൽ ഞാൻ നീ പോയി കുളിക്കി പറഞ്ഞിട്ട് കൊണ്ട് നിർത്തി. അവിടെ പോയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അവൻ സ്വന്തമായിട്ട് മേത്ത് കുറച്ച് നേരം വെള്ളം ഒഴിച്ച് നിന്നു. ഞാൻ വേഗം പോയിട്ട് സോപ്പൊക്കെ തേച്ച് പിന്നെ അങ്ങോട്ട് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ട് കൊണ്ടുവന്നു. ഇനി അടിച്ചു വരണം, തുടയ്ക്കും വേണം കേട്ടോ. പിന്നെ പൂവാനുള്ള പരിപാടിയായി. അപ്പം ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. തലേ ദിവസത്തെ മോരുകടും ക്യാരറ്റ് ഉപ്പേരിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് സത്യമാണ് ഞാൻ വീഡിയോ ലെങ്ത്തുള്ള ഇടണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ വീഡിയോ എടുത്തു വന്നപ്പോൾ ലെങ്ത്ത് കൂടിപ്പോയി. ഒരു അരമണിക്കൂറിനുള്ള വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് കട്ട് ചെയ്ത് 19 മിനിറ്റ് ആക്കി. അങ്ങനെ അടിച്ചു വരണതിൻ്റെ ഇടയിലാണ് നീരപ്പനെ ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് കൊടുത്ത് അവിടെ ഇരിക്കി വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കുളിച്ചിട്ടില്ല, എനിക്ക് കുളിക്കാണ്ട് വട്ടാവും കേട്ടോ. ഞാൻ ഇങ്ങനെ അധികം നിൽക്കാറില്ല. മെയിനായിട്ട് അവനകത്ത് മുടി കെട്ടണ സമയത്താണ് ഞാനിങ്ങനെ നിൽക്കാറ്. അല്ലാണ്ടൊന്നും ഞാൻ ഇങ്ങനെ കാണാൻ ശ്രമിക്കാറില്ല. എൻ്റെ നൈറ്റിയുടെ ഇടക്കം ഇങ്ങനെ ആക്കി വെച്ചേക്കണതാട്ടാ. രാത്രി മാത്രമല്ലേ ഇടുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ നടക്കാൻ കംഫേർട്ട് ഈ ഫ്രോക്ക് നൈറ്റിയുടെ ഒക്കെ അതേപോലെ ആക്കി വെച്ചേക്കണതാ. അല്ലാണ്ട് ഞാൻ നീളം കൂടിയിട്ട് ഉടുപ്പെത്താത്ത പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേഗം കഞ്ഞിയൊക്കെ എടുത്തു. ചൂടെടുക്കട്ടെ ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നടക്കാൻ ഇത്തിരി ഒരു ഇത് വേണ്ടേ. പക്ഷേ കഞ്ഞി നല്ലത് തന്നെയാണ്. പിന്നെ മട്ടരിയാണ് കിട്ടിയേക്കണമല്ലോ ഇപ്രാവശ്യം മാവേലിയിൽ നിന്ന്. എന്നാൽ പിന്നെ ഇതിൻ്റെ കഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റ് ഉപ്പേരിയായിരുന്നു. അപ്പോൾ പാണ്ടിപ്പട സിനിമ വെച്ചിട്ടുണ്ട്. ഇവങ്ങനെ സിനിമയൊന്നും കാണുന്ന ആളല്ല കേട്ടോ. ഇതെന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അത് കണ്ടിരുന്ന് കഞ്ഞി കുടിച്ചിട്ട് പിന്നെ നമ്മൾ പൂവ ഇറങ്ങി കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്നു. എന്നിട്ട് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ റെഡിയാവും ഈ ഇണങ്ങി. അപ്പോൾ അതിൽ കൂട്ടുകയാണ് കേട്ടോ. ഒരു ഐഡിയ ഇല്ലാണ്ടാട്ടോ പോണത്. കാരണം ഞാൻ ഇതിന് മുന്നേ ഒരു വട്ടം ഇവൻ കുറച്ചുകൂടെ ചെറുതായിരുന്ന സമയത്ത് പോയിട്ട് നാണങ്ങിട്ട് വന്നിട്ടുണ്ട്. ഒരുവിധം മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ അവന് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അവൻ ബാക്കിയൊന്നിനും സമ്മതിച്ചില്ല. എന്നിട്ട് ആ കിരീടവും എന്തൊക്കെയോ എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ആവുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആയില്ല കേട്ടോ. അവൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, വാണി സരസ്വതി. അപ്പോൾ അവൾ അപ്പുറത്ത് നിന്നിട്ട് ഡ്രസ്സ് മാറുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ചേട്ടന്മാർ കിട്ടിയ ചാൻസിൽ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരുവിധം ഒരുങ്ങൽ തീർന്നു. അപ്പോൾ ആദ്യം ഈ ഒരു കിരീടം അവന് വെച്ച് കൊടുത്തത്. പക്ഷേ അത് സെറ്റായില്ല കേട്ടോ. അവൻ്റെ മുഖം കണ്ടില്ലേ, ആകെ പേടിച്ചേക്കണം. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. പിന്നെ ഈ ചേച്ചി ഇവനോട് കുചേലൻ്റെ വേഷം കെട്ട് ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. നീരവോ എത്രയല്ല പഠിക്കണ കൃഷ്ണ? LKG. പക്ഷെ ചിരിക്കണട്ടാ. നിന്റെ ചുണ്ടിൽ എങ്ങനെയാണോ ലിപ്സ്റ്റിക് ഇത്രയും കുഞ്ഞെ ചുണ്ട് വെച്ചിട്ട്? ബൈ. ട്രൗസറൊന്നും അയച്ചിട്ടില്ല. ട്രൗസറിൻ്റെ മുകളിൽ കൂടി കേട്ടോ പാൻറ് ഇട്ടേക്കണം. അതുകൊണ്ട് തന്നെ ചെറിയൊരു വൃത്തികേടില്ലേ, ഒരരപ്പട്ടയിൽ നടന്നു. അത് ഞാൻ ലാസ്റ്റായിട്ടോ കണ്ടത്. അങ്ങനെ ഇവൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ പോയി എടുത്തോണ്ട് വന്നു, ഓടിപ്പോയിട്ട് എടുത്തോണ്ട് വന്ന് അങ്ങനെ കെട്ടിക്കൊടുക്കുക ചെയ്തേട്ടോ. എല്ലാവരും എന്താ രാധന്മാരൊക്കെ നല്ല സുന്ദരിമാരായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇടയിൽ ഇവിടെ എന്തോ തീ കത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെരുപ്പട്
എല്ലാ കുട്ടികളും എല്ലാവരും അവരും എനിക്ക് നല്ല സംശയമുണ്ട് ഇനിയിപ്പോൾ ഇത് ഇട്ടിട്ട് ഇവിടുത്തെ ടൂണും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കോപ്പിറൈറ്റ് വരുമോ പ്രശ്നമാകുമോന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കിടന്ന് തുള്ളാനൊക്കെ തോന്നി. പിന്നെ അതാ നീരപ്പം എന്താ ആകെ പകച്ചിരിക്കുന്നുണ്ട്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ലോറിയിലൊക്കെ കയറ്റി ഇങ്ങനെ ഇരുത്തും. പക്ഷെ കുട്ടി തീരെ എന്നാലും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ധൈര്യത്തിലല്ല. എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഞാൻ അവൻ്റെ കൂടെ ഇങ്ങനെ വണ്ടിയുടെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാവരും എന്നോട് വണ്ടിയിൽ കയറിക്കോന്നൊക്കെ പറഞ്ഞു. കുറേ ചേച്ചിമാരൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ എനിക്കത് മടി. അപ്പം ഞാൻ കയറിയൊന്നുമില്ല. ഞാൻ നടക്കാമെന്ന് പറഞ്ഞു. നടന്ന് എൻ്റെ കാലിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അയ്യോ എന്തോരന്ന് നടന്നത്. സാധാരണ വണ്ടിയിലൊക്കെ പോയിട്ട് ഇപ്രാവശ്യം നടന്നപ്പോൾ തീരെ പറ്റണില്ല. കിതയ്ക്കാനൊക്കെ തുടങ്ങി. പിന്നെ നീരപ്പന് പലഹാരം സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഫോണിൽ കാണാൻ പോലെ അല്ല, അടിപൊളി നടന്നിട്ട് പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇതിൻ്റെ കൂടെ നിന്ന് തുള്ളാനൊക്കെ തോന്നി. അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കുകയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്തു. കോപ്പിറൈറ്റ് വരുമോ ഇനി ചേട്ടൻ പറഞ്ഞു വരില്ലയെന്ന്, എന്നാലും ഒരു പേടി. അപ്പം ഞാനിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന കുട്ടി അതിൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് അതും വീഡിയോ എടുക്കണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പടക്കം പൊട്ടിക്കണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ അതാ ഇങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളിങ്ങനെ കത്തിച്ച് ചേട്ടന്മാരിങ്ങനെ നടക്കുന്നുണ്ട്. കുറേ കമ്മിറ്റിക്കാരുണ്ടായിരുന്നു. എന്തായാലും പരിപാടി ഉഷാറാക്കിയിട്ട് അവർ ഈ നല്ല പെരുമാറ്റമായിരുന്നു. അടിപൊളിയായിരുന്നു. നീരപ്പനെ റെഡിയാക്കലും എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ചെയ്തത് ഒരുവിധം. ഞാൻ ചെറുതായിട്ട് മുഖത്ത് ഇങ്ങനെ പുട്ടി പോലെ എന്താ പറയുക, എനിക്ക് സംഭവങ്ങളൊന്നും അറിയില്ല. ഒരു ലോഷൻ ഉണ്ടല്ലോ അതും പിന്നെ ഒരു റോസ് പൗഡർ അതും ഐ ഷാഡോ ഇട്ട് കൊടുത്തു, കണ്ണെഴുതി കൊടുത്തു. അതൊക്കെ ഞാൻ ചെയ്തിട്ട് നേരെ ആ കുട്ടിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇതാ ലിപ്സ്റ്റിക്കും ഒക്കെ അവർ തന്നെയാട്ടോ ചെയ്ത് കൊടുത്ത്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയായി. അങ്ങനെ ഇതാ നമ്മൾ ലാസ്റ്റ് കോഴിമാപ്പടം അമ്പലത്തിക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ വെച്ചിട്ട് അടിപൊളി പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ അടുത്തുള്ള ദേശക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ലാസ്റ്റ് എല്ലാ സ്റ്റോപ്പിലും വെച്ചിട്ട് ഇങ്ങനെയായി. അങ്ങനെ അവസാനം അമ്പലത്താവായപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയും കൂടെ എന്തൊക്കെയോ എടുത്തിട്ട് ഇങ്ങനെ വാരി വിതറി അടിപൊളിയാക്കി കേട്ടോ. അങ്ങനെ ഇതാ നീരപ്പനെ ലോറിയിൽ നിന്ന് ഇറക്കി അങ്ങനെ നമ്മൾ അമ്പലത്തേക്ക് എത്തി. എല്ലാവർക്കും നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പും പഞ്ചസാര ഇട്ടത് കേട്ടോ. നീരപ്പന് ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കുടിക്കുമ്പോൾ അവൻ്റെ മുഖം കണ്ടോ കേട്ടോ. കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുക. എനിക്ക് അങ്ങനെ പരിചയക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവന് ഒറ്റയ്ക്ക് കാണുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര എന്തോ ഈ വെള്ളമുണ്ട്. എനിക്കൊരു വണ്ടിയിൽ കയറ്റിയെടുത്തിപ്പോൾ ആകെ ഒറ്റപ്പെട്ട പോലെ ഉണ്ടായിരുന്നില്ല. ആകെ ഒരു വിഷമം. നീരപ്പൻ്റെ കൂട്ടുകാരി ഉണ്ട്, ആളുടെ അമ്മയ്ക്കുണ്ട്, പക്ഷേ അങ്ങനെ പരിചയമില്ലല്ലോ. അങ്ങനെ ഇതാ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേരാ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയെന്നറിയോ. കുറച്ച് പേരുടെ ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ 2 പെൺപിള്ളേർ വന്നിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു പ്രായമായ ഒരു ചേച്ചി വന്നെടുത്തു. അങ്ങനെ കുറേ പേര് എൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ വന്നെടുക്കുന്നുണ്ടായിരുന്നു. എന്താ കണ്ടോ ഇവരൊക്കെ. പിന്നെ ഇതാണ് വാണി സരസ്വതി, നീരപ്പൻ്റെ ഫ്രണ്ട് കേട്ടോ, ക്ലാസ്മേറ്റ്. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിക്കുകയായിരുന്നു. ആളൊരു ഡോക്ടറായോ, വേദ ഡോക്ടറാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയായിരുന്നു. നാളെ റീഡിങ് ടെസ്റ്റും എന്തൊക്കെയോ ഉണ്ടല്ലോ. അപ്പോൾ കുട്ടിയുടെ അമ്മ അറിഞ്ഞിട്ടില്ല, മെസ്സേജ് കാര്യമായിട്ട് നോക്കിയില്ല എന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ വാണിക്ക് ക്ലാസ്സിലേക്ക് പോകണ്ടെന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു ചേച്ചി വന്നിട്ട് ഫോട്ടോ എടുത്തു. കുറേ പേര് അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നാളെ പേപ്പറിലൊക്കെ വരും. വന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടീനെ അച്ഛനമ്മയും കൂടി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു വീഴ്ച കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഒരു സ്ലോ മോഷനിൽ വീഡിയോ എടുത്തു അവൻ്റെ ഇൻസ്റ്റയിൽ ഇടാലോ വിചാരിച്ചിട്ട്. അങ്ങനെ ഇതേ കണ്ണൻകുട്ടി ഓടുമ്പോൾ എൻ്റെ ബാക്കിൽ വന്നിട്ട് ഒരു ചേച്ചി വീഡിയോ എടുക്കുന്നുണ്ടത്. അങ്ങനെ കുറേ പേരുടെ നീരപ്പൻ്റെ ഫോട്ടോ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ സന്ധ്യയായി. ഒരു 6:30 ആയിട്ട് 6:30 ആകുമ്പോൾ വണ്ടി എടുക്കുന്ന പറഞ്ഞു, പക്ഷെ എടുത്തില്ല. ഈ കല്ലിൻ്റെ മുകളിൽ നിന്ന് ഒരു വട്ടം വീണു കേട്ടോ.
എന്നിട്ട് അവൻ വീണ്ടും ഇതിൻ്റെ മുകളിൽ കൂടെ ഓടുക, ഓടി ഓടി വീണ്ടും വീണു. ഒരു 3 വട്ടമെങ്കിലും അതിൻ്റെ മുകളിൽ വന്ന് വീണു കേട്ടോ. എന്നിട്ട് ആൾക്കാർ കാണുമ്പോൾ പത്രാസ് കാണിക്കുകയാണ്. അങ്ങനത്തെ ആ പോരാടായി. അതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ വീഴ്ചതാ ഇപ്പം ഉണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് കുറച്ച് വേദന എടുത്തു തോന്നുന്നു. അങ്ങനെ ഇറങ്ങി. ഞാൻ വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ അതൊന്നും. ഞാൻ എന്തൊക്കെയോ തിരക്കിൽ അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കി. അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ വന്ന് എടുത്ത് നിർത്തുന്നുണ്ടായിരുന്നു അവനെ. അങ്ങനെ എല്ലാവരും കൂടെ വണ്ടിയിൽ കയറ്റാൻ തുടങ്ങി. കുറേ ചേച്ചിമാരൊക്കെ ഇങ്ങനെ വണ്ടിയിൽ കയറുന്നുണ്ട്. എന്നോട് കയറിക്കോളാൻ വീണ്ടും പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ കയറിയില്ല. പിന്നെ വാണിയുടെ അമ്മയാട്ടോ ഈ പിങ്ക്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് തന്നെയാണ് നടന്നത്. വാണിയുടെ അച്ചാച്ചൻ ഉണ്ടായിരുന്നു, അച്ഛൻ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ പോരാടായി. പിന്നെ ഞങ്ങൾ ഇത്തിരി കമ്പനിയൊക്കെ ആയിട്ടോ നമ്പറൊക്കെ സേവ് ചെയ്തു. പിന്നെ ഇതാ അടിപൊളിയായിട്ടോ. രാത്രി എപ്പോഴാണെന്നും കൂടുതൽ തീയൻ്റെയും ആകെ ഒരു ബഹളം കേട്ടോ. ഇത് കടന്നു പോകാനായിരുന്നു കേട്ടോ ഭയങ്കര പാട്. കുറച്ച് ദൂരമുള്ളെങ്കിലും അവിടെ ഇവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ടേ ആകെ വണ്ടി പോകാണ്ട്. കുട്ടികളാണെങ്കിൽ ഉറങ്ങാൻ തുടങ്ങി. അവർക്കൊക്കെ നല്ല ക്ഷീണം. ഈ വണ്ടിയിലിരുന്ന് ഒരു ട്രിപ്പ് ഉടങ്ങി. പിന്നെ ഇതാ നീരപ്പം ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ലോറിയിൽ നിന്ന് എടുത്തു കേട്ടോ. കുറച്ച് കഴിയുമ്പോഴെടുക്കുക. അതിൻ്റെ ഇടയിൽ ഇതാ വീഡിയോ ഒക്കെ ഞാൻ സൗണ്ടോടെ ഇടാം. പിള്ളേർ വണ്ടിയിലിരിക്കുന്നതാണെന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് നല്ല ഡ്രസ്സ് നല്ല അടിപൊളിയായിരുന്നു തിളക്കം. അത് നോക്കിയിട്ട് കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞ് അവരിറങ്ങിയിട്ട് ഡാൻസ് തുടങ്ങി. പിന്നെ അത് നീരപ്പറ്റെടുത്തു. ചിഞ്ചു എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. ആകെ അടിമുടി ബഹളായിരുന്നു. അതിൻ്റെ ഇടയിൽ സൗണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ചിഞ്ചുവിൻ്റെ മോള് നന്ദന, നയന, നിവേദ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോൾ നീരവൻ്റെ അംഗൻവാടി ഫ്രണ്ടുണ്ട് ഷെസിൻ, അവനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ എത്താറായി ഗൈസ്. അമ്പലത്തിലെ വണ്ടി വെച്ചേക്കുക. അയ്യോ അവിടെ നിന്ന് ഇവനെ കുറച്ച് കയറ്റി. ഹായ് സുന്ദരി. ഒരു നായുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടിട്ട് ഇങ്ങനെ രാത്രി ഇങ്ങനെ നടക്കണ്. ഭയങ്കര പ്രാന്താവണു. വേഗം വീട്ടിലെത്തിയാൽ മതി. വീശിക്കണു. കണ്ണാ എടാ കണ്ണാ, നിന്റെ കിരീടോ ഉറക്കത്തിൽ കിരീടമൊക്കെ പോയി. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാമെന്നാ വിചാരിച്ചത്. പിന്നെ ആലോചിച്ച അയ്യോ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ അഴിച്ചു വെച്ചിട്ട് പോയിക്കോ. ബാക്കി വണ്ടി എത്തിയിട്ടില്ല. ഇനി 9 മണിക്കാവും തോന്നുന്നുണ്ട്. ഞാൻ 7:30 ഇപ്പോൾ എടുത്തോണ്ട് പോകുന്നു കേട്ടോ അവനെ. അങ്ങനെ എല്ലാം കൂടിയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്ത സ്ഥലമല്ലേ അവിടെ കൊണ്ട് വെച്ചു. പിന്നെ തിരുമേനി അവനോട് ചോദിക്കുന്നത് നീ എന്താടാ അമ്പലത്തേക്കൊന്നും വരാത്തേന്ന് കുറേ വർത്താനൊക്കെ പറയട്ടെ തിരുമേനി അവനോട്. അപ്പോൾ എനിക്ക് സമയം കിട്ടണില്ല എന്നൊക്കെ പറയണം. എനിക്ക് സ്കൂളിലേക്ക് പോകണേ, എനിക്ക് പഠിക്കാണ്ടേ, അമ്പലത്തേക്ക് വരാൻ സമയമില്ലേ എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ രാത്രി ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഇത്ര ലേറ്റായിട്ട് വീട്ടിലേക്ക് വരണം. അയ്യോ എനിക്ക് പേടിയായിട്ടോ. കുറേ പിള്ളേരെ ഇങ്ങനെ ഇടവഴി കൂടെ, ഇവിടെയാണെങ്കിൽ ഇടവഴി കൂടുതലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പോലീസ് ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അടുത്ത്. അപ്പോൾ പിള്ളേർ സ്പീഡിൽ വരുന്നുണ്ട്, അതേ സ്പീഡിൽ അങ്ങോട്ട് തിരിച്ചും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലും പെട്ടു. ഹോണും അടിക്കില്ല കേട്ടോ അവന്മാർ. എന്നിട്ട് എനിക്ക് ആകെ വട്ടായി പോയി. എന്നാലും ഒരു പേടി രാത്രി. എന്നാലും ഒരു കൂട്ടുണ്ടല്ലോ, അതൊരു സമാധാനം. അങ്ങനെ എണ്ണയൊക്കെ തേച്ച് അവനെ കുളിപ്പിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുളിച്ചു കേട്ടോ. അത് പിന്നെ ചോറിനാറാകുമ്പോൾ ആവില്ലല്ലോ സമയം. അങ്ങോട്ട് നോക്കി ഹായ് സുന്ദരിയായി. കൺമശിയൊക്കെ പോയി പണ്ടത്തെ. ഒന്ന് കാണിക്കുമ്പോ ഇനി ചോറിൻ്റെ കിടക്കുക വേണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീരെ വയ്യ. ഇനി വേഗം ഭക്ഷണം കഴിച്ചിട്ടേ പോയി കിടക്കട്ടെ. ബായ്.